ഹലോ സുഹൃത്തുക്കളെ, രച്ചൂസ് ഡ്രീംസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് കഴുകി ഒന്ന് ഊറ്റി വരണം. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളിവിടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് അരിയൊക്കെ കഴുകി ഊറ്റി വെച്ചിരിക്കുകയാണ്. അതിന് ചേർക്കേണ്ട സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബീൻസും ക്യാരറ്റുമാണ്, പിന്നെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞതും, കൂട്ടത്തിൽ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ അതുപോലെ 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഗ്യാസ് കത്തിച്ച് അരി വേവിക്കാനായിട്ട് വയ്ക്കാം. തീയൊന്ന് നമുക്ക് ശകലം കൂട്ടി കൊടുക്കാം. നമ്മളിത് കഴുകി ഒന്ന് ഊറ്റി വെച്ചതൊന്ന് കുതിർന്ന അരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലിട്ട് വേവിക്കേണ്ട കാര്യമില്ല. ഒരു ചെറിയൊരു വേവ് കിട്ടിയാൽ മതി നമുക്ക് അരിക്ക്. നമുക്കിതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അരി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. നല്ലോണമൊക്കെ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 4 മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ ഇതേ ചട്ടിക്കകത്ത് തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ച ബീൻസും ക്യാരറ്റും ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വരണ്ട് വരുമ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇതിനോടൊപ്പം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെച്ച് മാത്രമാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടക്കോസും ഇതുപോലെ ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുത്ത് ചെയ്യാവുന്നതാണ്.
തക്കാളിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് വരട്ടിയെടുക്കാം. തക്കാളി നമ്മൾ ലാസ്റ്റ് ഇട്ടേക്കുന്നത്, കാര്യം അത് ഒരുപാട് ഇങ്ങനെ വെന്ത് ഇതാവാൻ പാടില്ല. അതുകൊണ്ടാണ് തക്കാളി ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വരട്ടിയെടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിലോട്ട് നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച മുട്ടയും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ചോറിലോട്ട് നീക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കയ്യിലുള്ളത് വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്, എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് റേഷൻ അരി വെച്ചിട്ടാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ, ബൈ.